ഇടുക്കി ഇട്ടയ ഡാമിലെ നീരൊഴുക്കും നോക്കി കുറച്ചകലെ ചെല്ലുമ്പോൾ കാണുന്നതാണ് ഞാർക്കവല ഗ്രാമം. സമുദ്രത്തിൽ നിന്നും ഏതാണ്ട് 1700 അടിയോളം പൊക്കമുള്ള ഈ മലമ്പ്രദേശത്തു മനോഹരങ്ങളായ പ്രകൃതി ദൃശ്യങ്ങളാണുള്ളത്. പൊതുവെ തണുപ്പുള്ള കാലാവസ്ഥയിൽ സൂര്യപ്രകാശത്തിന് സുഗമസഞ്ചാരം ഒരുക്കുന്ന ഇടുക്കി കുന്നുകളൊന്നിൽ കന്നുകാലി കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന രമ്യ രാജേഷ് കുമാർ ആരംഭിച്ച ഡയറി ഫാമിൽ സങ്കര ഇനം ശൃംഖലയിലെ HF അഥവാ ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ ഇനത്തിലുള്ള പശുക്കളെ കാണാം. ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും ആഡംബരരഹിതമായ തൊഴുത്തിനുള്ളിൽ 20-ൽ പരം വിദേശ വർഗത്തിൽപ്പെട്ട പശുക്കൾ ഇണക്കത്തോടെ ശാന്തരായി നിലകൊള്ളുന്നു. പാലുൽപാദനത്തിൽ മുൻകീയമായ HF പശുക്കളെ സുരക്ഷിതമായി സംരക്ഷിച്ച് സ്വപ്രയത്നത്താൽ വാണിജ്യ നേട്ടങ്ങൾ കൈവരിക്കാനും പതഞ്ഞൊഴുകുന്ന പാലിന്റെ പാലായി ഒരുക്കാനും ഈ കർഷക ദമ്പതികൾക്ക് കഴിഞ്ഞു. രമ്യയുടെ ഡയറി ഫാമിന്റെ മുഖ്യ ആകർഷണം ഇവിടത്തെ ഹൈഡ്രോപോണിക്സ് അനുബന്ധ യൂണിറ്റാണ്. ചെടികൾ വളർത്തുന്നതിനായുള്ള റേക്കിലടങ്ങിയ ഒരു സെഗ്മെന്റും മോട്ടോർ സംവിധാനമുള്ള മറ്റൊരു സെഗ്മെന്റുമാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ. വിറ്റാമിൻ A, E പോഷകങ്ങളും ധാതു ലവണങ്ങളും അടങ്ങിയുള്ള ചോളത്തിന്റെ വിത്തുകളാണ് ചെടികളായി ട്രേയിൽ വളർന്നത്. കൃത്രിമമായി നിർമ്മിക്കുന്ന ചെടികൾക്ക് മണ്ണ് വേണ്ട, മറിച്ച് മോട്ടോർ സംവിധാനത്തിലൂടെ അന്തരീക്ഷ ഊഷ്മാവിനെ നിയന്ത്രിച്ച് ഈർപ്പം നിലനിർത്തുന്നു. പശുക്കൾക്ക് ഏറെ പ്രിയങ്കരമായ തുളച്ചെടികൾ പ്രതിദിനം 600 കിലോഗ്രാം വരെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. വെറും 6 ദിവസം മാത്രം പ്രായമുള്ള ചോളച്ചെടികൾ കാലിത്തീറ്റയായി മാറുന്നു. ഹൈഡ്രോപോണിക്സ് പ്രാവർത്തികമാക്കിയതിനു ശേഷം രമ്യയുടെ ഡയറി ഫാമിന്റെ ചെലവ് കുറയുക മാത്രമല്ല, ലഭിക്കുന്ന പാലിൻ ഗുണമേന്മയും അളവും വർദ്ധിച്ചു വരുന്നതായും കാണുന്നു. ഹൈഡ്രോപോണിക്സ് യൂണിറ്റിന്റെ നിർമ്മാണത്തിനും മെഷീനറിക്കുള്ള ധനസഹായവും ശാസ്ത്രീയ നിർദ്ദേശങ്ങളും നൽകിയത് ഇരട്ടയാർ കൃഷിഭവനാണ്. ഓട്ടോമാറ്റിക് ഹൈഡ്രോപോണിക്സ് ഫോഡർ സിസ്റ്റമാണ് ഇവരിവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. മെഷീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ യൂണിറ്റിനകത്തുള്ള ടെമ്പറേച്ചർ, അതായത് ഈ ട്രേകൾ ഇതിനകത്ത് വിത്തൊക്കെ ഇട്ട് ഈ ട്രേ അടുക്കി വെച്ചിരിക്കുന്ന ഈ യൂണിറ്റിനകത്ത് ഉള്ള ടെമ്പറേച്ചർ, അതിന്റെ വേരിയേഷൻ അനുസരിച്ച് വെള്ളം സ്പ്രേ ചെയ്യാനായിട്ട് ഈ യൂണിറ്റിന് കഴിയും. ആ ടെമ്പറേച്ചർ അത് ഡിറ്റക്ട് ചെയ്യുകയും 25 ഡിഗ്രി സെൽഷ്യസിന് മേലെ ടെമ്പറേച്ചർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വിത്ത് അടുക്കി വെച്ചിരിക്കുന്ന ഈ ട്രേക്കകത്തേക്ക് മിസ്റ്റ് രൂപേണ വെള്ളം സ്പ്രേ ചെയ്യാനായിട്ട് ഈ സിസ്റ്റത്തിന് കഴിവുണ്ട്. അപ്പം ഇനി അഥവാ 25 ഡിഗ്രി സെൽഷ്യസിന് മേലെ ചൂട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും 2 മണിക്കൂർ ഇടവിട്ട് ഈ സിസ്റ്റം ഈ ട്രേക്കകത്തേക്ക് മിസ്റ്റ് സ്പ്രേ ചെയ്യും. ഈ ഫോഡർ സിസ്റ്റത്തിലേക്ക് ഞാൻ വരാനുള്ള കാരണം എൻ്റെ ഫാമിലിക്ക് ചന പിടിക്കാതിരിക്കുക, പശു വരാണ്ട് മെഞ്ഞു പോവുക, കൂടുതലായിട്ട് ഓക്ക പോലെയുള്ള സാധനങ്ങളെ ആശ്രയിച്ചതുകൊണ്ട് എൻ്റെ പശു വല്ലാണ്ട് മെലിഞ്ഞു പോവുകയും അതിനെ തുടർന്ന് എനിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രകൃതിദത്തമായ ഒരു തീറ്റ ഈ ഹൈഡ്രോപോണിക് ഫോഡർ സിസ്റ്റം എന്ന ഇതിൽ ചെയ്യുന്നത് തന്നെ മെയ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് ചോളം കിളിർപ്പിച്ച് 6 ദിവസം കൊണ്ട് അതിനെ നിലവിൽ പശുവിന് കഴിക്കാൻ പാകത്തിലുള്ള ഒരു തീറ്റയാക്കി കൊടുക്കുക. അതിൽ അമിനോ ആസിഡിൻ്റെ കണ്ടന്റ് വളരെയധികം ഉള്ളതുകൊണ്ട് പശുവിന് ചന പിടിക്കാനുള്ള മതി കറക്റ്റായി കാണിക്കാനുള്ള ടെൻഡൻസി കൂട്ടുന്നു, പശു നന്നായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നത്. പിന്നെ ഇതിന് ഒരു മധുരമുണ്ട് ഈ ഫോഡർ, ഇത് ഈ മുളച്ചു വരുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ പശു വളരെ ആവേശത്തോടു കൂടി അത് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പശു എല്ലാം വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കണം. ശുചിത്വമാണ് രമ്യയുടെ ഡയറി ഫാമിൽ കണ്ട മറ്റൊരു പ്രത്യേകത. ധാരാളം മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും പൊതുകുമ്പോൾ ഉണ്ടാകാവുന്ന ദുരന്തം ഒഴിവാക്കാൻ അടിക്കടി ചാണകവും ഗോമൂത്രവും മറ്റവശിഷ്ടങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിനായി പ്രത്യേക തൊഴിലാളി നിയമിച്ചിട്ടുണ്ട്. തൊഴുത്തിനുള്ളിൽ ഫാനുകളും കൂളറുകളും സ്ഥാപിച്ചിട്ടുള്ളതുകൊണ്ട് പൂർണ്ണ വായു സഞ്ചാരവും വെടിപ്പും വൃത്തിയും ഉണക്കും നിലനിർത്താൻ കഴിയും. കഴുകിക്കളയുന്ന ചാണകവും ഗോമൂത്രവും ചാലുകൾ വഴി ഊട്ടി പ്രത്യേക ടാങ്കുകളിൽ സൂക്ഷിക്കും. പിന്നീട് അവ ചാണക സ്ലറിയായി പമ്പ് ചെയ്ത് സ്വന്തമായുള്ള പൂത്തോട്ടത്തിൽ എത്തിക്കും.
പച്ചപ്പട്ട് വീച്ച പോലെ നിവർന്നു കിടക്കുന്ന പുൽക്കൂടം നിറയെ CO3 ഇനത്തിൽപ്പെട്ട പുൽച്ചെടികളാണ് നട്ടുവളർത്തുന്നത്. പുല്ലരിയാനും പശുക്കൾക്ക് തീറ്റ കൊടുക്കാനും ദമ്പതികൾ നേരിട്ടെത്തുന്നു. പുല്ലിൽ ധാരാളം ജലാംശമാണ് അടങ്ങിയിട്ടുള്ളത്. ഫൈബർ കണ്ടന്റിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് വൈക്കോൽ ഇടയ്ക്കിടെ നൽകാറുണ്ട്. കൂടാതെ ദഹനത്തിന് സഹായിക്കുന്ന സോഡിയവും കാൽഷ്യത്തിന്റെ കുറവ് പരിഹരിക്കുന്നതിനുള്ള സപ്ലിമെന്റുകളും എല്ലാ തീറ്റകൾക്കുമൊപ്പം നൽകി വരുന്നതിനാൽ പശുക്കളുടെ ആരോഗ്യം മെച്ചപ്പെട്ടതാണ്. ഭക്ഷണകാര്യത്തിൽ വിവേചനം കൂടാതെ എല്ലാത്തരം നാടൻ ഭക്ഷണ പദാർത്ഥങ്ങളും HF ഇനങ്ങൾക്ക് സ്വീകാര്യമാണ്. ശരിക്കും 2 വർഷം മുമ്പ് ഈ ഫാം തുടങ്ങുന്ന സമയത്ത് അമിതമായി ഓക്ക പോലുള്ള കാലിത്തീറ്റകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. 1 ലിറ്റർ പാലിന് 600 ഗ്രാം എന്നുള്ള രീതിയിൽ ഞാൻ ഓക്കകൾ കൊടുക്കുകയും അത് ശരിക്കും എനിക്ക് പ്രയോജനകരമല്ലാത്ത രീതിയിലും പശുവിനെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് തോന്നിയതിന് ശേഷം എങ്ങനെ തീറ്റ മുമ്പോട്ട് കൊടുക്കാമെന്ന് ഞാനും ഭർത്താവും കൂടെ പല കൃഷിക്കാരെയും പല ഉദ്യോഗസ്ഥരെയും പല രീതിയിലും സമീപിക്കുക അവരുമായിട്ട് ചർച്ചകളെല്ലാം നടത്തിയതിന് ശേഷം എനിക്ക് സ്വയം എനിക്കും ഭർത്താവിനും തോന്നിയ ഒരു തീറ്റയിലേക്ക് ഞങ്ങൾ തിരികെയായിരുന്നു. അത് വളരെ ഫലവത്തായിട്ട് തന്നെ എൻ്റെ ഫാമിലി ഇപ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നത് 1 കിലോ പരുത്തി പിണ്ണാക്ക്. ശരിക്കും അതിനൊരു പലരും പരുത്തി പിണ്ണാക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിനൊരു പ്രയോജനം കിട്ടുന്നില്ല. അതിൻ്റെ ഒരു എണ്ണയെല്ലാം എടുത്തതിന് ശേഷം വരുന്നതാണ്. പരുത്തി കുരു തന്നെ സ്ട്രെയിറ്റ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് അവിടുന്ന് എടുത്ത് പൊടിച്ച് കൊണ്ടുവന്ന് പശുവിന് 1 കിലോ പരുത്തിക്കുരു വീതം എൻ്റെ എല്ലാ പശുക്കൾക്കും ഞാൻ ഒരു ദിവസം നൽകുന്നുണ്ട്. ജലം സുലഭമായി ലഭിക്കുന്നതുകൊണ്ട് ഫാമിന്റെ ശുചിത്വ പരിപാടികൾക്കും കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനും മറ്റാവശ്യങ്ങളും എളുപ്പം നിറവേറ്റുന്നു. കുടിവെള്ളത്തിനായി സ്വയം നിറയുന്ന ബസ് കന്നുകാലികളുടെ ദാഹത്തെ ശമിപ്പിക്കുന്നു. സ്വന്തമായുള്ള പുരത്തിൽ ലളിത ജീവിതവും പ്രയത്നവും ലാക്കാക്കി കടന്നുവന്ന ഈ കർഷക ദമ്പതികൾ പല നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് HF ഇന പശുക്കളെ തങ്ങളുടെ ഫാമിലിക്കായി തിരഞ്ഞെടുത്തത്. ഉയർന്ന പാലുൽപാദന ശേഷിയും കാലാവസ്ഥയെ അഭിമുഖീകരിക്കാനുള്ള കഴിവും നാടൻ പശുക്കൾക്ക് നൽകാറുള്ള ശുശ്രൂഷകളും പരിപാലന മുറകളും അനുയോജ്യമായതുകൊണ്ടാകണം തൊഴുത്തിലെ എല്ലാ പശുക്കളും HF ഇനത്തിൽപ്പെട്ടവയായി മാത്രം ഒതുങ്ങിയത്. സാധാരണയായി വലിപ്പമുള്ള അകിട് ഈ ഇനത്തിന്റെ പ്രത്യേകതയാണ്. വളരെയധികം പാലുൽപാദിക്കുമെങ്കിലും കൊഴുപ്പിന്റെ അളവ് കുറവാണ്. പക്ഷേ പാല് ശുദ്ധവും പോഷകമൂല്യം കൂടിയതുമായിരിക്കും. കറുപ്പും വെളുപ്പും ഇടകലർന്ന HF ഇനം പശുക്കളുടെ വാലിന്റെ അറ്റം വെളുത്തി കാഴ്ചയിൽ വലിപ്പം കൂടുതലുള്ള ശരീരഘടനയും തലയെടുപ്പും ആകൃതിയും പ്രകൃതിയിലുമുള്ള മറ്റ് വ്യത്യാസങ്ങളുണ്ടെങ്കിലും പൊതുവെ അനുസരണശീലവും തവും സ്വഭാവവും നാടൻ പശുക്കൾക്ക് ഒപ്പമാണ്. തമിഴ്നാട്ടിലെ പളനി, ഈറോഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്ന HF ഇന പശുക്കൾക്ക് കുറച്ചു ദിവസത്തേക്ക് സ്ഥലം മാറ്റം പ്രശ്നമുണ്ടാക്കും. ഇത് പാലുൽപാദനത്തെ സാരമായി ബാധിക്കുന്നു. ഓരോ പശുക്കളെയും ഓമന പേരിട്ട് ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നതുകൊണ്ട് പശുക്കൾക്ക് അസ്വാഭാവികമായി ഉണ്ടാകാറുള്ള അനാരോഗ്യ അവസ്ഥകൾ നേരത്തെ കണ്ടറിയാനും അവർക്ക് ആവശ്യമുള്ള അടിയന്തര സഹായം നൽകാനും തന്മയ പ്രതിരോധ നടപടിക്കുള്ള സജ്ജീകരണങ്ങളും മുൻകരുതലുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തുള്ള മൃഗാശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവനം സദാ ലഭിക്കുന്നതുകൊണ്ട് പശുക്കളുടെ ആരോഗ്യകാര്യത്തിൽ ആശങ്ക ഉണ്ടാവാറില്ല. കന്നുകാലികളെ ശല്യം ചെയ്യാറുള്ള കുളമ്പ് രോഗങ്ങൾക്ക് പ്രതിരോധ മരുന്നുകൾ കൃത്യമായി കുത്തിവയ്ക്കാറുണ്ട്. മറ്റു രോഗങ്ങൾക്ക് നാടൻ പ്രതിവിധികളും പരീക്ഷിക്കുന്നു. HF ഇനത്തിൽപ്പെട്ട പശുക്കൾക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതലാണ്. ധാരാളം പച്ചപ്പുല്ലുകളും ധാന്യങ്ങളും ആഹാരമാക്കുന്നതുകൊണ്ടും ആരോഗ്യത്തിന് വാട്ടം സംഭവിക്കുന്നില്ലെന്നും രമ്യ പറയുന്നു. അകിടുവീക്കം ആണ് ശരിക്കും കർഷകരെ വലയ്ക്കുന്ന ഏറ്റവും
ദുരിതം ഉണ്ടാക്കുന്ന ഒരു അസുഖം, പശുവിൻ്റെ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുന്നു, വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു. അതിനെല്ലാം തരണം ചെയ്തു പോകാനായിട്ട് തന്നെ കൃത്യമായി ഓരോ കറവയ്ക്ക് ശേഷവും കാമ്പ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലൈനിൽ വാഷ് ചെയ്യുകയും അതിനുശേഷം ഓരോ കമ്പും അയഡിൻ ലൈനിൽ മുക്കി അണുവിമുക്തമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അസുഖമെന്ന് കണ്ടാൽ ഉടനെ തന്നെ വെറ്റിനറി ഡോക്ടറുടെ സേവനം തേടാറുണ്ട്. കുളമ്പ് രോഗം ഒരു പ്രധാന വെല്ലുവിളി ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും കൃത്യമായി കുളരോഗത്തിനുള്ള പ്രതിരോധ വാക്സിൻ എല്ലാ സമയത്തും അവിടെ മൃഗാശുപത്രിയിൽ നിന്നും അവരുടെ സ്റ്റാഫ് എത്തി തന്നെ കൃത്യമായി അത് നോക്കി ചെയ്യാറുണ്ട്. കൃത്യമായിട്ടുള്ള ഇൻസെമിനേഷൻ നടത്താനായിട്ട് മിൽമയുടെയും മൃഗാശുപത്രിയിലെയും സ്റ്റാഫ് എല്ലാ സമയത്തും നമ്മളോടൊപ്പം ഉണ്ട്. അതൊക്കെ തന്നെയാണ് നിലവിൽ ഫാമിലി ഒരു വിജയം ആയിട്ട് മുന്നോട്ട് കാണിക്കാനുള്ളത്. ഇത്തരം പശുക്കളെ പറമ്പുകളിൽ മിക്കാൻ വിടുന്നില്ല, മാറ്റിക്കെട്ടാറുമില്ല. എല്ലാവരോടും ഒരുപോലെ ഇണങ്ങും സദാസമയവും തൊഴിൽ കഴിയുന്ന പശുക്കൾക്കായി റേഡിയോ സംഗീതം കേൾപ്പിക്കാറുണ്ട്. ഇത് പശുക്കളിൽ നല്ലൊരു മാനസികാവസ്ഥ സൃഷ്ടിക്കുമെന്ന് ക്ഷീരകർഷകർ വിശ്വസിക്കുന്നു. തൊഴുത്തിൽ പശുക്കളെ ഉപദ്രവിക്കാനെത്തുന്ന ഈച്ചകളെ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഫ്ലൈ ട്രാപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. തൊഴുത്തിൽ നിന്നും ശേഖരിക്കുന്ന ചാണകം കുഴിയിൽ നിറയ്ക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കോരിയെടുക്കേണ്ടതുള്ളതിനാൽ കുഴിയുടെ താഴ്ച കുറച്ചു മതി. സ്വന്തം ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള ചാണകം ടാപ്പുകളിലാക്കി ഇപ്പം നടത്തുന്നു. രാവിലെയും വൈകിട്ടും പശുക്കളെ കുളിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചാണകം സ്ലറി രൂപത്തിൽ ബയോഗ്യാസിൻ്റെ പ്ലാന്റിലേക്ക് വിടുകയും അത് വീട്ടാവശ്യത്തിനായിട്ട് ബയോഗ്യാസ് എടുത്തതിന് ശേഷം ഒരു സ്ലറിയുടെ ടാങ്കിലേക്ക് വന്ന് നിറയുകയും അവിടുന്ന് ആ ടാങ്കിൽ നിന്ന് സ്ലറി മോട്ടോർ ഉപയോഗിച്ച് പുൽകൃഷിയിലേക്ക് പോവുകയും അങ്ങനെ പുല്ല് സുലഭമായിട്ട് ഫാമിൽ 365 ദിവസവും കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. ബാക്കി വരുന്ന ചാണകം നിലവിൽ നമ്മുടെ പറമ്പിലേക്ക് കുരുമുളക് അങ്ങനെയുള്ള കൃഷികളുണ്ട്. ആ കൃഷിയിലേക്ക് നിലവിൽ ആവശ്യത്തിൽ വളരെയധികം നമുക്ക് ജൈവ വളമായിട്ട് നിലവിൽ നമുക്ക് ചാണകം ധാരാളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ബാക്കി ചോദിക്കുന്ന ആവശ്യക്കാരിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാനും സാധിക്കുന്നുണ്ട്. കന്നുകാലി പ്രജനനത്തിനായി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ രീതിയാണ് അനുവർത്തിക്കുന്നത്. ഗർഭിണികളായ പശുക്കൾക്കും പ്രസവത്തിനായുള്ള പശുക്കൾക്കും പ്രത്യേകം സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവകളുടെ തീറ്റമകളും പരിപാലന ക്രിയകളും വ്യത്യസ്തമായിരിക്കും. ഡയറിയിൽ കറവയുള്ള 12ഓളം പശുക്കളുണ്ട്. യന്ത്രം ഘടിപ്പിച്ചുകൊണ്ടുള്ള കറവ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും നടന്നു. തികച്ചും സുരക്ഷിതവും ശുചിത്വവും കാത്തുസൂക്ഷിക്കുന്ന രീതിയാണ് കറവ കൈകാര്യം ചെയ്യുന്നത്. കറന്ന പാലിനെ അണുവിമുക്തമായ ക്യാനുകളിൽ നിറച്ച് അടുത്തുള്ള കനകക്കുന്ന ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ എത്തിക്കുന്നു. രാവിലെ 92 ലിറ്റർ പാലും വൈകുന്നേരം 60 ലിറ്റർ ലഭിക്കുന്നുണ്ടെങ്കിലും ചില അവസരങ്ങളിൽ വർധനവ് 200 ലിറ്ററോളം പ്രതിദിനം ഉണ്ടാകാറുണ്ട്. ഇപ്രകാരം കറന്നിരുന്ന പാലിന് ശരാശരി 30 രൂപയോളം 1 ലിറ്ററിന് വരുമാനം ലഭിക്കുന്നു. രണ്ട് കുട്ടികൾ അടങ്ങുന്ന രമ്യ രാജേഷ് കുടുംബത്തിന് സംതൃപ്തിയും സമാധാനവും നൽകുന്നത് തങ്ങളുടെ എല്ലാമെല്ലാമായ ഡയറി ഫാമാണ്. ഇടുക്കിയിലെ മികച്ച ക്ഷീരകർഷക എന്ന നിലയിൽ ധാരാളം പുരസ്കാരങ്ങൾ രമ്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു ക്ഷീരകർഷക ആകുക അല്ലെങ്കിൽ ഒരു ഡയറി ഫാം തുടങ്ങുക എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം ഞാൻ എടുത്ത സമയത്ത് തന്നെ ഫാം അല്ലെങ്കിൽ പശു എന്ന് എന്നോട് പല ആൾക്കാരും എന്നോടും ഹസ്ബൻഡിനോടും ഒരേ രീതിയിൽ അത് വേണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഫാം നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ വിജയപ്രദമായിട്ട് ആ ഫാം കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ നടത്തണം എന്നുള്ളൊരു ഐഡിയ പല കർഷകരിലും ഉണ്ടാവാത്തതാണ് അതിൻ്റെ പ്രോബ്ലം എന്ന് തോന്നുന്നു. ഏറ്റവും ആദ്യം തന്നെ നമുക്കിതിനകത്ത് ഈൽഡ് തരേണ്ടത് തന്നെ ആ പശുക്കളാണ്. അപ്പോൾ ആ പശുക്കൾ സെലക്ഷനിലാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ല ഇനം പശുക്കളെ ഫാമിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്രതിസന്ധിയുടെ ഒരു പതിഘട്ടം തന്നെ തരണം ചെയ്തു എന്ന് പറയാം. വളരെ ലാഭകരമായ രീതിയിൽ തന്നെ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. വരും ചെറുപ്പക്കാർക്കും അതൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പാത പിന്തുടരാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ഫീൽഡിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകളുടെ തൊഴിൽ പര്യാപ്തതയെ സ്വയം നെഞ്ചിലെത്തി ഡയറി ഫാമിന്റെ ഉന്നമനത്തിനും തൊഴിൽ സാധ്യതയ്ക്കും ഇട നൽകിയ രമയുടെ ക്ഷീരപ്രവർത്തനങ്ങൾ പ്രതീകാത്മകമാണ്.
ഡോക്ടർ നേഹ, ടീം ലഞ്ച് 9th. സോറി സർ, 9th എനിക്ക് മറ്റൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. സർ, നേഹ മേഡം ഒരു കമ്മിറ്റ്മെന്റ് നടത്തിയാൽ സ്വന്തം കാര്യം പോലും മറക്കുമല്ലേ? എന്ത് കമ്മിറ്റ്മെന്റ്? കമ്മിറ്റ്മെന്റ് ഗർഭിണികൾക്ക് വേണ്ടി. ഞാൻ പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ പ്രചാരണത്തിൽ ചേർന്നിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയിൽ പോയി സ്പെഷ്യൽ ANC സർവീസ് സൗജന്യമായി നൽകുന്നു. നമ്മൾ പ്രൈവറ്റ് ഡോക്ടർമാർക്കും കുറെ കടമകളുണ്ടല്ലോ. ലഞ്ച് ക്യാൻസൽ. I pledge for 9. I pledge for 9. എല്ലാ 9ാം തീയതിക്കും അമ്മയാകാൻ പോകുന്ന സ്ത്രീക്കുള്ള കരുതൽ ഏറ്റവും ആദ്യം. यूरिया का स्वदेशी उत्पादन 70 लाख बढ़ाने के लिए जैव उर्वरक संयंत्र का उद्धार किया रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈടെക് കൃഷി പ്രോത്സാഹനം 1 കോടി രൂപയുടെ പദ്ധതി. മത്സ്യം ഉണക്കാൻ സോളാർ ടണൽ ഡ്രയർ. വിശദമായ വാർത്തകളിലേക്ക്. വർഷം മുഴുവൻ പച്ചക്കറി കൃഷി നടത്തുവാൻ ചെലവ് കുറഞ്ഞ പോളി ഹൌസ് സാങ്കേതിക വിദ്യ സംസ്ഥാനത്ത് പ്രചരിപ്പിക്കുവാൻ കൃഷി വകുപ്പ് തയ്യാറെടുക്കുന്നു. നടപ്പു സാമ്പത്തിക വർഷം 1 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കാൻ തീരുമാനമായത്. ഇതനുസരിച്ച് കേരളത്തിലെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഇണങ്ങുന്ന ഹരിതഗൃഹങ്ങളുടെ രൂപകൽപ്പന, സാങ്കേതിക വിദ്യ പ്രചരണം, സസ്യവളർച്ചയ്ക്ക് സഹായകമായ വളർച്ചാ മാധ്യമങ്ങളുടെ തയ്യാറാക്കൽ തുടങ്ങിയ ഘടകങ്ങൾക്ക് പ്രാധാന്യവും പരിശീലനവും നൽകും. കൂടാതെ പോളി ഹൌസ് സംരംഭകരെ സഹായിക്കുവാൻ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിദഗ്ധരുടെ സംഘങ്ങൾക്ക് രൂപം നൽകും. കോട്ടയം തലയോപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 14, 15 തീയതികളിൽ ആട് വളർത്തൽ, 18, 19 തീയതികളിൽ പന്നി വളർത്തൽ, 21 കാട വളർത്തൽ എന്നിവ പരിശീലനം നൽകുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഈ സൗജന്യ പരിശീലനത്തിൽ പങ്കെടുക്കാൻ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048292 234 323. പത്തനംതിട്ട അടൂർ സ്റ്റേറ്റ് സീഡ് ഫാമിൽ തക്കാളി, വഴുതന, മുളക് എന്നിവയുടെ തൈകളും പയർ, വെണ്ട, വെള്ളരി, പാവൽ, പടവലം, വഴുതന, മുളക്, ചീര എന്നിവയുടെ വിത്തുകളും വിൽപ്പനയ്ക്ക് തയ്യാറാണ്. കൂടാതെ 6 മാസം മുമ്പുള്ള അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി കമ്പുകളും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04734 227 868. തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ കൃഷിഭവനിൽ ഈ സാമ്പത്തിക വർഷത്തിൽ ഊർജിത പച്ചക്കറി വികസന പദ്ധതി പ്രകാരമുള്ള ഗ്രോ ബാഗ് വിതരണം ചെയ്യുന്നു. കൂടാതെ ജലസേചനത്തിനോടൊപ്പം വളപ്രയോഗം നടത്താനുള്ള യൂണിറ്റ് സബ്സിഡിയോടുകൂടി ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 232 0942. മണ്ണ് ഉപയോഗിക്കാതെ പൂർണ്ണമായും വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ സാധിക്കുന്ന നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, പച്ചക്കറി കൃഷിക്കൊപ്പം മീൻ വളർത്തൽ കൂടി സാധിക്കുന്ന അക്വാപോണിക്സ് എന്നീ വിഷയങ്ങളിൽ 3 ദിവസത്തെ പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 18 മുതൽ 20 വരെ വെള്ളാനിക്കരയിലെ ഹൈടെക് റിസർച്ച് ട്രെയിനിംഗ് ഹാളിൽ വെച്ചാണ് പരിശീലനം. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ വിളിക്കാവുന്ന ഫോൺ നമ്പർ 7025 498 850. മത്സ്യത്തിന്റെ മൂല്യവർദ്ധന ലക്ഷ്യമാക്കി വൃത്തിയോടെയും ശുദ്ധമായും മത്സ്യം ഉണക്കാനുള്ള സോളാർ ഡ്രയറിന് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് രൂപം നൽകി. 45 മുതൽ 55 ഡിഗ്രി സെൽഷ്യസിൽ ഒരേ ഊഷ്മപരിധിയിൽ സൂര്യപ്രകാശം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ഈ ഡ്രയറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോളാർ ടണൽ ഡ്രയറിൽ 10 തട്ടുകളിലായി 5 കിലോ മത്സ്യം വരെ ഉണക്കാം. ഇതിനു പുറമെ സോളാർ LPG ഡ്രയർ, സോളാർ ഇലക്ട്രിക് ഡ്രയർ, സോളാർ ബയോമാസ് ഡ്രയർ എന്നിവയും ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484 241 2412. കേരള കാർഷിക സർവകലാശാല തൃശൂർ വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഹൈടെക് കൃഷി സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. SSLC യോഗ്യതയുള്ള 25 യുവതിയുവാക്കൾക്കാണ് പ്രവേശനം. താല്പര്യമുള്ളവർ ഈ മാസം 31 തീയതി രാവിലെ 10 മണിക്ക് വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തിച്ചേരേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7025 498 850. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,900 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 14,400, വെളിച്ചെണ്ണ തൃശൂർ 12,900, കോട്ട കൊച്ചി 8,665, കോഴിക്കോട് 9,300, തൃശൂർ 8,685, മുളക് അൺഗാർബിൾ 49,100,
ഗാർബിൾ 51,100, ചുക്ക് മീഡിയം 9,500, ബെസ്റ്റ് 11,500. മഞ്ഞൾ സേലം 8,000, ഈരോട് 8,500. അടയ്ക്ക പഴയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,600, RSS 4ാം ഗ്രേഡ് 12,700. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,600, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,750 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 12,900 രൂപ, കൊപ്ര 8,665, പിണാക്ക് എക്സ്പെല് 2,200, റോട്ടറി 2,500. കുരുമുളക് അൺഗാർബിൾ 49,100, ഗാർബിൾ 51,100. ചുക്ക് മീഡിയം 9,500, ബെസ്റ്റ് 11,500, മഞ്ഞൾ നാടൻ 11,500. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 125-നും 150-നും മധ്യേ. ജാതിക്ക തൊണ്ടിലത്തത് 250-നും 280-നും മധ്യേ. ജാതിപതി 300-നും 500-നും മധ്യേ. ഗ്രാമ്പു 690. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,600 രൂപ, RSS 4ാം ഗ്രേഡ് 12,700. ഒട്ടുപാൽ 9,200, ലാറ്റക്സ് 8,800 രൂപ. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് കുതിച്ചു കയറി. കൊപ്രയുടെ ലഭ്യത കുറഞ്ഞതും പ്രാദേശിക തലത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ചതും വിപണി നേട്ടമാക്കി. കൊച്ചി, തൃശൂർ വിപണികളിൽ എണ്ണവില ക്വിന്റലിന് 200 രൂപ ഉയർന്നു. മലബാർ മേഖലയിൽ വെളിച്ചെണ്ണ വിലയിൽ മാറ്റമില്ലെങ്കിലും കൊപ്രവില 9,300-ലേക്ക് കയറി. ഹൈറേഞ്ച് കുരുമുളകിന്റെ ലഭ്യത കുറഞ്ഞതിനാൽ ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ ഉൽപ്പന്ന വിലയിൽ കാര്യമായ മാറ്റം അനുഭവപ്പെട്ടില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് മികച്ച ഇനം മുളകിന് അന്വേഷണങ്ങൾ എത്തുന്നുണ്ട്. ഗാർബിൾ കുരുമുളക് കിലോ 510 രൂപ. ഉത്തരേന്ത്യയിലെ ചെറുകിട വ്യവസായികൾ ഒട്ടുപാൽ ശേഖരിക്കാൻ ഉത്സാഹിച്ചത് വില കിലോഗ്രാമിന് 88 രൂപയിൽ നിന്ന് 92-ലേക്ക് ഉയർത്തി. അതേസമയം ലാറ്റക്സ് 88 രൂപയിൽ തുടരുന്നു. ടയർ കമ്പനികൾ രംഗത്തുണ്ടെങ്കിലും ഷീറ്റ് വിലയിൽ അവർ മാറ്റം വരുത്തിയില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30.3, 23.8. കൊച്ചി 28.4, 23.7. ആലപ്പുഴ 28.4, 23.9. പുനലൂർ 31.8, 23.4. തിരുവനന്തപുരം കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.